കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എബ്രായലേഖനം 4:14 വാക്യം. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചു കൊള്ളുക. എബ്രായലേഖനം 1, 2, 3 അധ്യായങ്ങൾ പിന്നിട്ട് 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവിടെ യേശു ക്രിസ്തുവിനെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ എന്ന് പറഞ്ഞിരിക്കുന്നു. 1-ാം അധ്യായത്തിൽ യേശുവിന്റെ പൗരോഹിത്യ ശുശ്രൂഷയെ സംബന്ധിച്ച ഒരു സൂചന നമുക്ക് ലഭിച്ചു. അതെന്താണ്? പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി. ആ പദം നാം പഠിച്ചു കഴിഞ്ഞു. പാപങ്ങൾക്ക് പരിഹാരമായി. അടുത്ത വാക്യത്തിൽ ഉയരത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്തേക്ക് ആരോഹണം ചെയ്തു. അതൊരു മുൻകുറിയാണ്, സൂചനയാണ്, മഹാപൗരോഹിത്യ ശുശ്രൂഷയുടെ ഒരു പശ്ചാത്തലമാണ്. ഇനി 2-ാം അധ്യായത്തിൽ വിശ്വസ്ത മഹാപുരോഹിതൻ എന്നൊരു പദം നമുക്ക് പഠിക്കാനിടയായി തീർന്നു. 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ അവിടെ വീണ്ടും നാം വായിച്ചത് യേശുവിനെ അപ്പോസ്തലനായും മഹാപുരോഹിതനായും 3-ാം അധ്യായം പ്രാരംഭ വാക്യത്തിൽ കാണുന്നു. നാം അവിടെ കാണുന്നത് സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശു. എന്നാൽ 4:14 മുതൽ 10:25 വരെ ഒരു വലിയ പഠനമാണ് യേശുവിന്റെ പൗരോഹിത്യ ശുശ്രൂഷയെ സംബന്ധിച്ച് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ക്രിസ്തുവാണ് നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ. ആ ഒരു ചിന്ത ഇവിടെ അപ്പോസ്തലൻ ഊന്നി പറയുകയാണ്. യേശു ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പുരോഹിതൻ. മനുഷ്യ ചരിത്രത്തിൽ ആദ്യകാലം മുതലേ പൗരോഹിത്യം നമുക്ക് കാണുവാൻ കഴിയും. പുറംജാതി മതങ്ങളിൽ, മറ്റ് സംസ്കാരങ്ങളിൽ പൗരോഹിത്യം നിലനിന്നിരുന്നു. മോശയുടെ കാലത്തിനു മുമ്പേ കുടുംബത്തലവൻ പുരോഹിത ജോലി ചെയ്തു വന്നിരുന്നു. നോഹ, യോബ്, അബ്രഹാം, യാക്കോബ് എന്നിവർ ഇതിന് ഉദാഹരണങ്ങളാണ്. എന്നാൽ ക്രിസ്തുവിന്റെ പൗരോഹിത്യം വിശ്വാസികളെ സംബന്ധിച്ചുള്ളതാണ്. നമ്മുടെ സംരക്ഷണത്തിനും അല്ലെങ്കിൽ വിശ്വാസിയുടെ നിലനിൽപ്പിനും നമ്മുടെ വിശുദ്ധീകരണത്തിനും ക്രിസ്തുവിന്റെ പൗരോഹിത്യം ഇന്നും നമ്മെ സഹായിക്കുന്നു. ക്രിസ്തു ഈ പുരോഹിതന്റെ റോളിൽ ഒരു മധ്യസ്ഥനായി നമ്മെ നിരപ്പിക്കുന്നു, പുരോഹിതനായി നമ്മെ നിലനിർത്തുന്നു, കാര്യസ്ഥൻ എന്ന നിലയിൽ നമ്മെ യഥാസ്ഥാനപ്പെടുത്തും. ഇന്നത്തെ നമ്മുടെ ചിന്ത ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി യേശു നമുക്ക് വേണ്ടി ഉണ്ട്, നമുക്കുണ്ട് എന്നുള്ള ഒരു വാഗ്ദത്തം. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ നിലനിൽപ്പിനും തുടർച്ചയ്ക്കും അല്ലെങ്കിൽ പുരോഗതിക്കും വളർച്ചയ്ക്കും ഇത് കാരണഹേതുവാകുന്നു. ഞാനത് വിശദമാക്കാം. യേശുക്രിസ്തു സ്വന്തം ജീവൻ യാഗമായി അർപ്പിക്കുകയും നമ്മുടെ പാപത്തിന് ശിക്ഷ തന്റെ മേൽ വഹിക്കുകയും ചെയ്ത ശേഷം സ്വർഗത്തിൽ പ്രവേശിച്ചു. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ ഇന്ന് ശുശ്രൂഷിക്കുന്നു. മഹാപുരോഹിതൻ എന്ന നിലയിൽ ക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ 6 മേഖലകൾ ഉൾപ്പെടുന്നു. ഈ ഭാഗം നാം വിശദമായി ചിന്തിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വന്ദന സന്ദേശം നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ക്രൈസ്റ്റ് അവർ ഹൈ പ്രീസ്റ്റ് എന്നുള്ള പഠനം വളരെ ഗഹനമേറിയതാണ്, പ്രാധാന്യമുള്ളതാണ്. ഇതൊരു നിസ്സാര വിഷയമല്ല. ഇത് കേവലം സുവിശേഷ ഭാഗങ്ങൾ കാണുന്ന ഒരു ദൂതല്ല, എന്നാൽ വളരെ ആഴത്തിലുള്ളതും അപ്പോൾ തന്നെ വളരെ പ്രധാനപ്പെട്ടതും പുതിയ നിയമത്തിലെ സത്യങ്ങളിൽ വേദശാസ്ത്രപരമായി വളരെ ഔന്നത്യമുള്ള ഈ ഒരു സന്ദേശം നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന് വലിയ രൂപാന്തരം, വലിയ നവീകരണം, നമ്മുടെ ബോധ്യങ്ങൾ മാറുമാറ്, കാഴ്ചപ്പാടുകളിൽ, സമീപനങ്ങളിൽ, താല്പര്യങ്ങളിൽ, നമ്മുടെ കീഴ്വഴക്കങ്ങളിൽ, പരിചയങ്ങളിൽ, നമ്മുടെ ജീവിതത്തിന്റെ ക്രമങ്ങൾക്ക് പോലും മാറ്റം വരുത്തുവാൻ ഈ ദൂത് നിങ്ങളെ സഹായിക്കും. ക്രിസ്തുവിന്റെ പൗരോഹിത്യ ശുശ്രൂഷ, ഇന്ന് ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷയുടെ മഹാത്മ്യം ഏറ്റവും ശ്രേഷ്ഠമാണ്. നമുക്കൊരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ സ്വർഗത്തിലുണ്ട് എന്നുള്ള ചിന്ത നാം ഓർത്തിരിക്കുമ്പോൾ തന്നെ 6 മേഖലയിൽ കർത്താവിന്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ പ്രാധാന്യത നമുക്ക് കാണുവാൻ കഴിയും. 1, യേശു പുരോഹിതനും അതേസമയം യാഗവും ആയിരുന്നു. യേശു സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് വേണ്ടി സ്വയം സമ്പൂർണ്ണ യാഗമായി അർപ്പിച്ചു. സ്വന്തം രക്തം ചീന്തി പാപിയുടെ സ്ഥാനത്ത് മരിച്ചു. 2, വിളിക്കപ്പെട്ടവർ നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം പ്രാപിക്കുവാൻ തക്കവണ്ണം യേശു പുതിയ ശ്രേഷ്ഠ നിയമത്തിന്റെ മധ്യസ്ഥനായിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്കും ധൈര്യത്തോടെ ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനമുണ്ട്. പഴയ ഉടമ്പടിയിൽ ഒരു മൃഗമെങ്കിലും പർവ്വതത്തിന്റെ അടിവാരത്തിൽ കടന്നു വരരുത് എന്നുള്ള പ്രമാണം വളരെ ഭയാനകമായിരുന്നു. എന്നാൽ എബ്രായലേഖനത്തിന് മുഴുവൻ ദൂതുകളും അടുത്തു വരിക, കൂടുതൽ അടുത്തു വരിക, കൃപാസനത്തോട് അടുത്തു വരിക. പഴയ നിയമത്തിന്റെ ഭീതിജനകമായ പല അരുളപ്പാടുകളും എല്ലാവരെയും ദൂരെ നിർത്തിയപ്പോൾ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശു ഇപ്രകാരം പറയും: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എന്റെ അടുക്കൽ വരുവി, ഞാൻ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം നൽകും. പുതിയ നിയമം നൽകുന്ന വലിയ പ്രത്യാശ ദൈവസ്ഥലേക്കുള്ള പ്രവേശനമാണ്. 3-ാമത്തെ വിഷയം, വിശ്വസിക്കുന്ന നമ്മുടെ മേൽ ദൈവത്തിന്റെ കൃപ പകരേണ്ടതിന് യേശു സ്വർഗത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ വസിക്കുന്നു. ഈ കൃപയാൽ ക്രിസ്തു
നമുക്ക് പുതുജനനം നൽകുന്നു. പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകരുന്നു. ഇത് വളരെ വലിയ വിലപ്പെട്ട ഒരു സത്യമാണ്. വിശ്വസിക്കുന്ന നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി, വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്ന് ഒഴുകുന്ന ജീവജലത്തിന്റെ നദി. നാം ദൈവസ്ഥൽ കടന്നു വരുമ്പോൾ നാം കൃപമേൽ കൃപ പ്രാപിക്കുന്നു. അപ്രകാരം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നവരെയൊക്കെയും കർത്താവ് വചനത്താലും പരിശുദ്ധാത്മാവിനാലും ജീവിപ്പിക്കുന്നു. ഈ ഒരു സത്യം വളരെ വിലയേറിയതാണ്. നാലാമത്തെ വിഷയം, നമ്മുടെ യേശു മധ്യസ്ഥനായിരിക്കുന്നു എന്നുള്ള വിഷയമാണ്. ദൈവത്തിനും ദൈവിക നിയമങ്ങളെ ലംഘിക്കുന്നവരുടെ ഇടയിൽ അവർക്ക് പാപക്ഷമയും നിരപ്പും നൽകുവാൻ യേശു പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്നു. മധ്യസ്ഥൻ എന്ന് പറയുമ്പോൾ രണ്ടു കൂട്ടർക്കും സ്വീകാര്യമായ വ്യക്തി. ദൈവത്തിന്റെയും മനുഷ്യരുടെ ഇടയിൽ നിൽക്കുന്ന മധ്യസ്ഥൻ, നിരപ്പിക്കുന്നവൻ, കൂട്ടി യോജിപ്പിക്കുന്നവൻ, ഭിന്നതകളെ പറഞ്ഞു തീർക്കുന്നവൻ. യേശു ഇന്നും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായി പ്രവർത്തിക്കുന്നു. 5, പരീക്ഷിക്കപ്പെടുന്ന വിശ്വാസികളോട് സഹതപിച്ചുകൊണ്ടും അവരുടെ ആവശ്യങ്ങളിൽ സഹായിച്ചുകൊണ്ടും യേശു തന്റെ പൗരോഹിത്യം ഇന്ന് നിത്യമായി വഹിക്കുന്നു. 6, വിശ്വാസത്താൽ താൻ മുഖാന്തരം ദൈവത്തിലേക്ക് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവനായി യേശു എന്നേക്കും സ്വർഗത്തിൽ ജീവിക്കുന്നു. അങ്ങനെ ഒരു ക്രിസ്തു വിശ്വാസിയുടെ രക്ഷയെ യേശു സമ്പൂർണ്ണമാക്കുന്നു. ഈ പ്രധാനപ്പെട്ട ചിന്തകൾ നമുക്ക് കൂടുതൽ ദൈവത്തിനെ പഠിക്കുന്നതിന് ഉപകരിക്കുമെന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾ എബ്രായ ലേഖനം 4:14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വീണ്ടും വായിക്കണം. മഹാപുരോഹിതൻ എന്ന നിലയിൽ യേശുവിന്റെ ശുശ്രൂഷയെക്കുറിച്ചാണ് നാം ഈ 6 വിധ ചിന്തകൾ ഇവിടെ പ്രസ്താവിച്ചത്.